ഉള്ളവരെ മാവ് ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇത് ഒരു പീരീഡ് കഴിഞ്ഞു, നോമ്പ് വന്നു. ഉടയാടകൾ അയച്ചു മാറ്റണം നമ്മൾ. ഇങ്ങനെ മെല്ലെ ആവരണം നമ്മളിങ്ങനെ അഴിച്ചു മാറ്റുകയാണ്. കുറേ ചേട്ടന്മാർ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ. ഇത് സൈഡ് ഗ്രാഫ്റ്റിംഗ് ആയിരുന്നു ഇവിടെ പറഞ്ഞു. സെന്റർ ഗ്രാഫ്റ്റിംഗ് അല്ല, സൈഡ് ഗ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ. സൈഡ് ഗ്രാഫ്റ്റിംഗ് ആണ് ഇതിന് നമ്മൾ അപ്ലൈ ചെയ്തത്. ഉണ്ടോ താഴത്ത് പിടിച്ചതുണ്ടോ, കാണാനില്ലേ നിങ്ങൾക്ക്? ഇത് നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് കട്ട് ചെയ്യും, കാണാനില്ലേ? കണ്ടോ താഴത്ത് പിടിച്ച ഭാഗം കണ്ടോ, കാണാനില്ലേ? സെൻറ്റർ ഗ്രാഫ്റ്റിങ്ങിനേക്കാൾ പ്രയാസമാണ് സൈഡ് ഗ്രാഫ്റ്റിംഗ് പിടിക്കാൻ.
വെയിൽ കൊള്ളിക്കണം. നമ്മൾ ഇളം വെയിൽ കൊള്ളിക്കണം. ഓക്കെ, മല്ലിക മാവാണ് കേട്ടോ. പിടിച്ചു. ഇയാളിതാ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ടോപ്പ് കണ്ടല്ലേ, പച്ച കളർ. ഇതൊക്കെയുണ്ട്. ഇതൊക്കെ നമ്മുടെ പച്ചക്കറി ചെടികളാണ് കേട്ടോ. നമ്മുടെ വിവിധ ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമസ്കാരമുണ്ട്. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ അല്ലേ. ഓണമായിട്ട് എല്ലാവരും വലിയ ആഘോഷങ്ങളിലൊക്കെ മുഴുകുന്ന സമയമല്ലേ. ഞാൻ ഈ ചെടികളുടെ ഇടയിലാണ് എൻ്റെ ആഘോഷമൊക്കെ. ഇവിടെ 40-ൽ പരം വ്യത്യസ്ത മാവിനങ്ങളുണ്ട്. അതിൽ 4 മാവ് വലുതുള്ളൂ. ബാക്കിയെല്ലാം സമീപകാലത്ത് വെച്ച മാവിൻ തൈകളാണ്. 40 വെറൈറ്റി മാവുകളുണ്ട്. ഇത് ഹിമാപസന്താണ്. ഒരുപാടുണ്ട്. മല്ലിക, ജർദാലു, അത് ബങ്കനപ്പള്ളി, ഇത് കോട്ടപ്പറമ്പൻ, ഇത് മറ്റേ പ്രിയൂർ, അൽഫോൺസ, ഇതൊക്കെ കാട്ടിമോൺ, വിയറ്റ്നാമിൻ്റെയാണ്. ഇത് വിയറ്റ്നാമാണ്. ഇത് അമരപ്പള്ളി, ബങ്കനപ്പള്ളി അല്ല, ഇത് കാട്ട്പാടി, കാട്ടിമൂണിൻ്റെ വേറെ ഇതാണ്. ഇത് ഊട്ടി ആപ്പിളാണ്. ഉണ്ടായിട്ടില്ല. ഊട്ടി ആപ്പിളാണ്. ഓറഞ്ചാണ്. ഇത് ഇതിലാണ് കേട്ടോ. ശരിക്കുള്ള ഓറഞ്ചാണ്. ഇത് ഓൾ സീസണാണ്. എല്ലാ സീസണിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ബങ്കനപ്പള്ളി മാവാണ്. ഇതൊരു ചിക്കന് സ്പെഷ്യൽ ഐറ്റം. ഇതിന് പേരുണ്ട്. ഡിഫറെൻ്റ് ഐറ്റം ചിക്കനാണ്. ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മളെ മാവിൻ തൈകൾ. ഇത് ഓൾ സീസൺ ബാറാമസി എന്ന് പറയുന്ന മാവാണ്. ഓൾ സീസണാണ്. എല്ലാ സീസണിലും കായ്ക്കുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ഓൾ സീസണിൽ കായ്ക്കുന്ന മാവ് ഇതാണ്. കാണിച്ചു തരാം. നമ്മൾ ഇവിടെയൊക്കെ നമ്മളെ മാവിൻ തൈകളുണ്ട് കേട്ടോ. ഒരു നല്ല ഇനം മാവാണ് ഇത്. നാംഡോക് മായി, ഭയങ്കര വിലപിടിപ്പുള്ള മാവാണിത്. പൊടിക്കുന്നുണ്ട്. ഇത്
കേസരി അൽഫോൺസാണ്. കാണാനില്ലേ? നന്നായിട്ടൊരു പ്രത്യേക ദൃശ്യവിരുന്ന് ആയിക്കോട്ടെ. ആ ബിയു എന്ന് പറയുന്ന ചക്ക ഉണ്ടായിരുന്നു, വിയറ്റ്നാം എയർലൈൻ ചക്ക ഉണ്ടായിരുന്നു. ഉണ്ടോ? അത് ഒടിഞ്ഞു. ഉണ്ടോ? കുറേ ദിവസമായി കണ്ടില്ലല്ലോ. ഇന്നാളെ ഞാൻ കുട്ടീനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഇന്നലെ വന്നിട്ട് എന്താണ്? ഇത് കാട്ട്പാടിയാണ്. ഇത് സ്വീറ്റ്ലെസ് ഞാവല്. ഇത് സ്വീറ്റ് തന്നെ, കുരുള്ള ഞാവലാണത്. വയലറ്റ് പേര. നമ്മളെ ഇതില്ലെന്ന് പറയാം, കുടംപുളി. ഇത് കാട്ട്പാടിയാണ്. കാട്ട്പാടി. ഇത് റെഡ്. ഇത് നമ്മുടെ ചുവപ്പ് ബബിൾസ്. നാനാറ്. ഇത് മുസമ്പിയാണ്. മുസമ്പി ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഇതൊരു സിംഗപ്പൂർ ഓമയാണ്. ഇത് സീഡ്ലെസ് പ്ലാവാണത്. കുരുവില്ലാത്ത പ്ലാവാണ്. ചെക്കുണ്ടാവണുണ്ടല്ലേ. ഇത് ഇതാണ് സീഡ്ലെസ് കേട്ടോ. മറ്റൊരു സീഡിലാണ്. ഇത് കോശ്ശേരി മാവ്. ഓക്കെ. ആരെങ്കിലും വെറൈറ്റി അത് വേറെ വാങ്ങിയതാ. വെറൈറ്റി മാവിൻകൾ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൊമ്പ് ഉണ്ടെങ്കിൽ, നിങ്ങളെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ അതിൻ്റെ കൊമ്പുണ്ടെങ്കിൽ, എനിക്കത് ഗ്രാഫ്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. വാഴകളാണ്. ഞാലിപ്പൂവിനാണ് കിട്ടത്. സമയം കിട്ടുന്നില്ല അവയെ പരിപാലിക്കാൻ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനും ബെഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള തൈകളാണ് ഇതൊക്കെ. അതൊക്കെ തൈകളാണ്. ഞാൻ കുറേ ദിവസം നിങ്ങളെന്താ വരാത്ത വെച്ചിട്ടിരിക്കുന്നു. എന്താ നിങ്ങൾ വരാത്ത? നമ്മൾ ഉണ്ണിയേട്ടൻ മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു. 6 പെണ്ണുണ്ട് ഇപ്പോഴും വയറ്റില്. എന്താ വേണ്ടേ? 8 പെണ്ണുണ്ട് ഇപ്പോഴും. എന്താ ഉണ്ണിയേട്ടൻ എന്താ വേണ്ടേ? എന്നിട്ട് എന്താ ഇവിടെ കണ്ടില്ലേ? ഇവിടെ പണികൾ കുറെ ഉണ്ടല്ലോ. നാളെ അല്ലേ? അല്ല, ഒരു ചെറിയൊരു ഉപകാരം ചെയ്താൽ മതി. ഒരുപാട് പണിയണ്ട. ഞാൻ രാത്രി ഇരുന്നിട്ടാണ്. ഇത് കണ്ടോ? ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനമാണ്. ഇതെന്നേ ഏട്ടൻ, ഇതൊന്ന് ചെറിയ കവറിലേക്ക് ഇതുവരെ പാടുള്ളൂ മണ്ണ്. അത് പറ്റുമോ? ഇവിടെ ഇരുന്നിട്ട് ചെയ്തു തരുമോ? മണ്ണ് ഇവിടെ ഇരിക്കുന്നു. ഇതായിരിക്കുന്നു മണ്ണ്. ഇരിക്കണ കുഞ്ഞു കസരാരാ. എന്നിട്ട് കവർ ഞാൻ എടുത്തുതരാം. എന്ത് ചെയ്യണേട്ടാ, ഇത് അത്ര കുറച്ച് മാക്സിമം പൊന്തിക്കണം. അതായത് ചിലതിൽ ആദ്യം മണ്ണിടേണ്ടി വരും. ഇത് ഉദാഹരണത്തിന് ഇത് ചെറുതാ. ഇത് താഴത്തിറക്കി വെച്ചാൽ ഇതടക്കം ഇത് മണ്ണിൽ പോകാൻ പാടില്ല. ഈ ഒരടെ എത്ര വരെ മണ്ണിന് പൊന്തിക്കണം. അപ്പൊ ആദ്യം മണ്ണൊക്കെ ഇടേണ്ടി വരും കേട്ടോ.
ഇതാ കവറ് ഞാൻ എടുത്തു തരാം. ഇതായിരിക്കും കവറ്. കസേര, ചെറു കസേര എടുത്തു തരാം. ഇതിലുണ്ട് കേട്ടോ കവറ്. നമ്മള് പിന്നെ കാണാം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളെ ഇതാക്കണം. അതന്നെ എല്ലാവർക്കും ഓണാശംസകൾ. ഇന്നലെ കഴിഞ്ഞു, എന്നാലും